എന്നെ ഓർത്ത് ആരും വിചാരിക്കുന്നില്ല എന്ന ഒരു വിചാരപ്പെടലാണ് നമ്മിൽ പലർക്കുമുള്ളത്. എൻ്റെ അവസ്ഥയെ ഓർത്ത്, എൻ്റെ ആവശ്യങ്ങളെ ഓർത്ത് എന്നെ അറിയുന്നവർ പോലും എന്നെ വിചാരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ വളരെ വേദനാജനകം തന്നെയാണ്. പലതും കണ്ടിട്ടും കാണാതെ പോകുന്നവർ, പലതും കേട്ടിട്ടും കേൾക്കാത്ത ഭാവം നടിക്കുന്നവർ, സഹായിക്കുവാൻ കഴിവുണ്ടായിട്ടും മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുന്നവർ നാം വസിക്കുന്ന സമൂഹത്തിലെ ഓരോ പരീശന്മാരാണ്. ഇവരെയൊക്കെ ചേർത്തായിരിക്കാം അന്ന് യേശു കർത്താവ് പറഞ്ഞത്, കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്ന കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമെന്ന്. ന്യായം, കരുണ, വിശ്വസ്തത എന്നീ ന്യായപ്രമാണത്തിലെ ഘനമേറിയവ ത്യജിച്ച് കളയുന്നവരാണിവർ. ഇങ്ങനെയുള്ളവരെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു ശ്രേഷ്ഠമായ കാര്യമെന്നത് 40-ാം സങ്കീർത്തനം 17-ാം വാക്യം, ദ ലോർഡ് തിങ്കeth upon me, കർത്താവ് എന്നെ വിചാരിക്കുന്നു. മറ്റാരും തന്നെ നമ്മെ വിചാരിക്കാതിരിക്കുമ്പോൾ നമ്മെ വിചാരിക്കുന്ന ഒരു കർത്താവുണ്ടെന്നുള്ളതിൽ നാം ഏറ്റവും ആശ്വസിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവ് എന്തായിരിക്കാം നമ്മെക്കുറിച്ച് വിചാരിക്കുക? ശ്രദ്ധിക്കുക, തിരുവചനം പറയുന്നു, യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് നമ്മെ വിചാരിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ആ നന്മയ്ക്കായിട്ടുള്ള കാര്യമത്രേ തൻ്റെ മക്കൾക്ക് ഒരു നല്ല ശുഭഭാവി ഉണ്ടാവുക എന്നത്. അല്പസ്വല്പ വേദനകളും പ്രയാസങ്ങളും നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും നാം അതിൽ എന്നും തുടരുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ഇന്നത്തെ സ്ഥിതിയെ മാറ്റിമറിക്കുവാൻ നമ്മുടെ കർത്താവിന് അധികം സമയം വേണ്ട. നാം ചെയ്യേണ്ടത് ഇത്രമാത്രം: നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവുള്ളതിനാൽ നാം നമ്മുടെ ഭാവിയെക്കുറിച്ച് വിചാരപ്പെടാതെ കർത്താവിൽ പൂർണ്ണാശ്രയം വയ്ക്കുക എന്നതത്രേ. ന്യായം, കരുണ, വിശ്വസ്തത എന്നിവ ത്യജിച്ച് കളയുന്ന പരീശവർഗത്തിൻ്റെ നടുവിൽ നാം ജീവിക്കുമ്പോഴും ന്യായത്തിൻ്റെയും കരുണയുടെയും വിശ്വസ്തതയുടെയും ഉറവിടമായ കർത്താവ് നമുക്കുള്ളതിൽ സന്തോഷിക്കുക. ഒരു ശുഭഭാവി നമുക്കായി കാത്തിരിക്കുന്നു എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആ നല്ല നാളെയിലേക്ക് നമ്മെ കരം പിടിച്ചു കൊണ്ടുപോകുന്നത് മറ്റാരുമല്ല, നമ്മെക്കുറിച്ച് വിചാരമുള്ള, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നല്ലവനായ കർത്താവാണവൻ. Have a blessed day.